ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന പള്ളി റീലുകളായിട്ടും അല്ലാതെ നിങ്ങളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇത് കാപ്പരിക്കാടാണ് മസ്ജിദുൽ ഹുദ, പാലപ്പെട്ടി ഹിദായത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റിയുടെ കീഴിൽ നിർമ്മിച്ചൊരു പള്ളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതിൻ്റെ ഉദ്ഘാടന വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 20/4/2026 തിങ്കളാഴ്ച. ഇന്നേ ദിവസം അസർ നിസ്കാരത്തിന് ശേഷം ഈ പള്ളി വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ഒരുപാട് ജനങ്ങൾ ഇന്നത്തെ ദിവസം അസർ നിസ്കാരത്തിനായിട്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അസർ നിസ്കാരം നേതൃത്വം നൽകിയത് കോഴിക്കോട് വലിയ കാലിയാണ്. അപ്പോൾ ഒരുപാട് കാര്യം എനിക്ക് തോന്നുന്നു അടിയിൽ തന്നെ ഒരു 60-70 പേർക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട്. അത്രയും തന്നെ മുകളിലും ഉണ്ട്, മേലും അതുപോലെ അടിയിലും. പിന്നെ സ്റ്റെപ്പിലൊക്കെ നിന്നിട്ടാണ് നിസ്കരിച്ച് എല്ലാവരും ഇറങ്ങിയത്. അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈത്തപ്പഴം, ഒരു ചെറിയ മധുരം എന്നുള്ള ആൾക്ക് ഈത്തപ്പഴം വിതരണം ഉണ്ടായിരുന്നു. പള്ളിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മൾ കാര്യപരിപാടിക്കുള്ള സ്റ്റേജും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും മധുരം കഴിച്ച് നേരെ നമ്മുടെ വേദിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതിനുശേഷം കോഴിക്കോട് വലിയ കാലിനെയും അതുപോലെ ഈ പള്ളിക്കായിട്ട് ഒരു വലിയ തുക തന്നെ സംഭാവന ചെയ്ത 2 UAE പൗരന്മാർ, ഷാർജ കൽബ എന്ന പ്രദേശത്തെ 2 UAE പൗരന്മാരും പങ്കെടുത്തിരുന്നു. അപ്പോൾ അവരെയെല്ലാം സ്റ്റേജിലേക്ക് ആനയിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഫ്ലവർ ഷോ, ഒരു ചെറിയ ദഫ്മുട്ട്, അതിൻ്റെയൊക്കെ ആരവത്തോട് കൂടിയിട്ടാണ് ഈ വിശിഷ്ടാതിഥികളെല്ലാവരെയും സ്റ്റേജിലേക്ക് ആനയിച്ചിരുത്തിയത്. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ നന്ദി അർപ്പിക്കാനുള്ളത് പാലപ്പെട്ടി ഹിദായത്തുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി ഭാരവാഹികൾക്കാണ്. എല്ലാ അംഗങ്ങളും തന്നെ ഈ ഒരു വർഷക്കാലം കഴിഞ്ഞ ഏപ്രിലാണ് ഈ പള്ളിക്ക് വേണ്ടി തറക്കല്ലിട്ടത്. അന്നു മുതൽ ഈ ഉദ്ഘാടന ദിവസം വരെ, ഈ ഉദ്ഘാടന ദിവസ വേളയിലും അവരുടെ സേവനം വളരെ വലുതാണ്. അവർക്ക് വലിയ നന്ദി തന്നെ പറയണം. ഒരു വർഷക്കാലം ഓടി നടന്നതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും പെട്ടെന്നൊരു പള്ളി ഇവിടെ ഉണ്ടാവാൻ തന്നെ കാരണം. അപ്പോൾ നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കിടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു കിറാത്തോട് കൂടിയിട്ടാണ് തുടങ്ങിയത്. കിറാത്ത് ഇപ്പോൾ ഈ മസ്ജിദുൽ ഹുദയുടെ ഖത്തീബ്, ആളൊരു പൊന്നാനിക്കാരനാണ്. ആളൊരു ഖിറാത്തോടു കൂടി തുടങ്ങി. ശേഷം മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് സ്വാഗതം അർപ്പിച്ചു. സഹായിച്ച, ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി സഹായിച്ച പലരും നമ്മുടെ ഇടയിലുണ്ട്. അവർക്കൊക്കെ പടച്ചറപ്പ് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സെക്രട്ടറി അധ്യക്ഷത വഹിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പിന്നെ നമ്മുടെ വേദിയിൽ ഒരുപാട് വിശിഷ്ടാതിഥികൾ ഉണ്ടായിരുന്നു. ആരുടെയും തന്നെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. പഞ്ചായത്ത് മെമ്പറായിട്ടും അതുപോലെ തന്നെ CPM-ൻ്റെ ഒരു നേതാവായിട്ടും, പിന്നെ അതുപോലെ ഈ പരിസരത്തെ നമ്മുടെ കാപ്പിരിക്കാട് പരിസരത്ത് തന്നെ ഒരുപാട് പള്ളികളിലെ ഹത്തീബുമാരും, നമ്മളെ തൊട്ടടുത്ത പുത്തമ്പള്ളിയുടെ ഹത്തീബ് ഉണ്ടായിരുന്നു. ഹത്തീബാണ് മുഖ്യ പ്രഭാഷണം നടത്തിയത്. ഈ പ്രദേശത്ത് മനോഹരമായ പള്ളി നിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് കോഴിക്കോട് വലിയ കാലി 2 വാക്ക് ജനങ്ങളുമായിട്ട് സംസാരിച്ചു. അതിനുശേഷം ആൾ പെട്ടെന്ന് യാത്രയായി. നമ്മുടെ പാലപ്പെട്ടി കാപ്പിരിക്കാട് എന്ന പ്രദേശത്തുള്ള മസ്ജിദിന്റെ ഉദ്ഘാടനത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. بياتا في الجنة كما قال النبي صلى الله عليه وسلم من بنى مسجد لله من الله له بيوت حضوركم يوم زادت فرحا وسرها أسأل الله أن ينال في أعمال. പിന്നെ അതുപോലെ നമ്മുടെ UAE പൗരന്മാർക്ക് ആദരവുണ്ടായിരുന്നു. അവർ 2 വാക്ക് നമ്മളോട് സംസാരിച്ചു. അത് തർജ്ജമ ചെയ്യാൻ ഒരു ഖത്തീബ് ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യപരിപാടികളെല്ലാം അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട്. طبعا شكرا للجميع، شكرا للشيخ شمس الدين واخوه صدقة الله والمقاول، جزاه الله خير. الجميع الكل اللي اشتغل داخل المسجد جزاهم الله الف خير. ഷംസുദ്ദീൻ സാഹിബിനും അവരുടെ അന്യ സഹോദരനും ഇവിടെ കൂടി എല്ലാവർക്കും, ഉസ്താദന്മാർക്കും നാട്ടുകാർക്കും ജമാഅത്തിനും ഒക്കെ നന്ദി അറിയിക്കുകയാണ്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശുക്ർ ചെയ്തതിന്. جزيل الشكر للاخ حنيف علي من موجود داخل الامارات. هو اللي خبرني على اساس المسجد هذا، جزاه الله خير.
والأخ شاجي نفس الطريقة. جزاهم الله الخير عنا وعنهم خير الجزاء. അപ്പോൾ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം ഖാലിദ് അർബാബൻ അറിയിച്ചിട്ടുള്ളത് നിങ്ങളുടെ നാട്ടുകാരനും എൻ്റെ സ്നേഹിതനും അർബാബിൻ്റെ സ്നേഹിതനും കൂട്ടുകാരനുമായ ഇമാറാത്തിൽ ഒരു സഫാർ ട്രാവൽസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ നാട്ടുകാരൻ ഹനീഫ് ഹാജി ഉണ്ട്. അവരുടെ ഭാര്യയുടെ സഹോദരൻ അളിയൻ ഉസ്താദൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരാണ് ഇവരിലേക്ക് വിഷയം എത്തിച്ചിട്ടുള്ളത്. അതുപോലെ തിരുവനന്തപുരത്തുള്ള ഷാജി എന്ന് പറയുന്ന ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള ഒരു കൂട്ടുകാരനുണ്ട്. അവരും കൂടെയാണ് ഈ പള്ളിയുടെ വിഷയം ഖാലിദ് അർബാബൻ അറിയിച്ചത് എന്നാണ് നിങ്ങൾ അറിയിച്ചിട്ടുള്ളത്. والسلام عليكم ورحمة الله وبركاته. شكرا شكرا شكرا. السلام عليكم ورحمة الله وبركاته. I can speak Malayalam and I think there is somebody can speak English. Inshallah. First of all, I have to say Alhamdulillah for this one. And second thing, I have to say thanks for my country. Third things, thanks for my brother Khalid, because he was assisting me for that. Without him, I cannot do anything. And the fourth things, thanks Mr. Shams and his family. Thanks everyone. And Allahu Akbar, Allahu Akbar, Allahu Akbar. La ilaha illallah, Allahu Akbar, Allahu Akbar. Walillahil hamd. Barakallahu lak, barakallahu lak. Allahumma ighfir li abaik wa ummahatik wa biladik jami'an. Allahu Akbar. La ilaha illallah, Allahu Akbar, Allahu Akbar. Walillahil hamd. അതുപോലെ തന്നെ ഈ പള്ളിയുടെ എഞ്ചിനീയറായ റാഫി കോടത്തൂരിനെ ആദരിക്കുകയും അതുപോലെ മറ്റു വിശിഷ്ടാതിഥികൾ ജനങ്ങളോടായി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. വളരെ ഹ്രസ്വമായി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ആരാവണമെന്ന് ഏതെല്ലാം വിധേയനെ ആരെല്ലാം പങ്കാളിയായോ അവർക്കെല്ലാം ദൈവം സുഹൃതം നൽകി അനുഗ്രഹിക്കും, പരലോക ജീവിതം ധന്യമാക്കുമെന്നൊരു വിശ്വാസം എൻ്റെ മതത്തിലും അതുപോലെ എല്ലാ മതത്തിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പള്ളിയുടെ പൂർണ്ണ രൂപത്തിലെത്തിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ, അതിനായി ആത്മാർത്ഥമായി പ്രവർത്തിച്ച മുഴുവൻ സുഹൃത്തുക്കളും, കൂടാതെ വികസനം വന്നതിന് ശേഷം കിഴക്ക് ഭാഗത്തായി നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത ഒരു കുറവ് നികത്തുകയാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു പള്ളിക്ക് വേണ്ടി അധ്വാനിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, വളരെ മനോഹരമായ പള്ളി നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കണമെന്നും. അവസാനമായി മദ്രസ കമ്മിറ്റി മുൻ പ്രസിഡന്റ് മുഹമ്മദ് അലി അവറുകളെ ആദരിക്കുകയും ശേഷം ഇപ്പോഴത്തെ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് എല്ലാവരോടും നന്ദി അറിയിക്കുകയും ചെയ്തു. യോഗം 3 സ്വലാത്തോടുകൂടി അവസാനിപ്പിക്കുകയും ചെയ്തു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.